കേരളത്തിലേറെ ആരാധകരുള്ള ഒരു ആന തൃക്കടവൂർ ശിവരാജു. അവനിപ്പോൾ പാറമേക്കാവിൻ്റെ തിളമ്പെടുക്കാനുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തൃക്കടവൂർ ശിവരാജുവിനെ കാണാൻ വേണ്ടി ഇവിടെ എത്തി. അപ്പോൾ ഈ ആനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. കുറച്ച് ആരാധകരെ പരിചയപ്പെട്ടു. എന്താ പേര്? എൻ്റെ പേര് പാർവതി. എൻ്റെ പേര് കീർത്തന. അഭിരാമി. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ശിവരാജുവുമായിട്ടുള്ള ബന്ധം? ഞങ്ങൾക്ക് ശിവരാജു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജൂട്ടനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ ശിവരാജു എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജൂട്ടൻ തന്നെയാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഇങ്ങനെ ഒരു അവസരം അവനെ തേടി എത്തിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ. 10 വർഷങ്ങൾക്ക് മുമ്പാണ് രാജൂട്ടൻ പാറമേക്കാവിൻ്റെ ഭാഗമായൊരു ആനയായിട്ട് നിൽക്കാനൊരു അവസരം ലഭിച്ചത്. 10 വർഷത്തിന് മുമ്പെയാണ്. അതിനുശേഷം ഇപ്പം ഒരു തിടമ്പാനയായിട്ട് തന്നെ പാറമേക്കാവിലെ അമ്മയെ ശിരസിലേറ്റി വടക്കുംനാഥൻ്റെ മുൻപിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു അവസരമാണ് തൃക്കടവൂർ ശിവരാജു എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ രാജൂട്ടന് വന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃക്കടവൂരപ്പനോടും അതേപോലെ തന്നെ വടക്കുംനാഥനോടും പാറമേക്കാവിൽ അമ്മയോടും എല്ലാ പ്രാർത്ഥനകളും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഒരു അവസരം കിട്ടാൻ ഒരുപാട് ലേറ്റായോ, താമസിച്ചോ? എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ വളരെയധികം പ്രശസ്തിയുള്ള ഒരു ആനയാണ്. അപ്പം നേരത്തെ ഇങ്ങനൊരു അവസരം കിട്ടണമായിരുന്നു എന്നാണ്. എന്നാലും നമുക്ക് അതിനൊരു പരാതിയൊന്നുമില്ല. വളരെയധികം സന്തോഷമാണ് ഇപ്പം നമുക്കിങ്ങനെ അവസരം കിട്ടിയതിൽ. ഒരുപക്ഷെ വളരെ കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയ ഒരു ബന്ധമായിരിക്കും അല്ലേ? അതിനെക്കുറിച്ച് എങ്ങനെയായിരുന്നു ആദ്യം ഇവനെ കാണുന്നത്? എങ്ങനെയായിരുന്നു? രാജൂട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കടവൂർ നിവാസികളുടെ തന്നെ ഒരു ഓമന മോനാണ്. ഞങ്ങൾക്ക് ആന എന്നുള്ളതല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊന്നു മോൻ തന്നെയാണ്. അപ്പം എപ്പോഴും ഇവിടെ വരുമ്പോൾ കാണാറുണ്ട്. ഞങ്ങളിവിടെ ഇവനെ കാണാൻ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലുള്ളൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അവനുമായിട്ടുള്ളത്. അവന് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ വിളിച്ചു കഴിഞ്ഞാൽ? പറ്റും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുവന്നില്ലെങ്കിൽ തുമ്പികയെ എടുത്ത് പൊക്കി ഞങ്ങളുടെ നേരെ നീട്ടി. ഞാൻ രാവിലെ കുറച്ച് മുന്നേ വന്നപ്പോഴും ഇതേപോലെ ആയിരുന്നു. ഞങ്ങളൊന്നും കൊണ്ടുവന്നില്ല. അപ്പോഴത്തേക്ക് തുമ്പികയൊക്കെയും പൊക്കി ഞങ്ങളുടെ നേരെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഭയങ്കര സ്നേഹം. ഞങ്ങളെ അറിയാൻ പറ്റും. ഞങ്ങൾ സ്ഥിരം അമ്പലത്തിൽ വരുമ്പോഴൊക്കെ ഇവനെ വന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ പേരെടുത്ത് വിളിക്കുന്ന കേട്ടു, പക്ഷെ എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ആനയെ വിളിക്കുന്നതെന്ന് മനസ്സിലായതല്ലേ? ഞങ്ങളെ വിളിക്കുന്നത് രാജൂട്ട എന്നാണ്. ഞങ്ങളെപ്പോഴും രാജൂട്ട, ചക്രമുത്തേ എന്നൊക്കെ വിളിക്കുമ്പോൾ അവനിങ്ങനെ നോക്കും നമ്മളെ. കൊഞ്ചിച്ച് ഈ പരുവാക്കി. അങ്ങനെയും പറയാം. ഇവനെങ്ങനെയാണ് ഇവന്റെ ഒരു സ്വഭാവം? എങ്ങനെയാണ് സ്വഭാവം എന്ന് പറയുന്നത്? ആള് വളരെയധികം ശാന്തമായ ഒരു ആനയാണ്. അങ്ങനെ അധികം പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ വളരെ സ്നേഹമായും കാര്യമായിട്ട് അവൻ്റെ കൂടെ നിൽക്കുകയും അവനെ നോക്കുകയും ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് ആന തിരിച്ചതേപോലെ. കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ ഒരുപാട് ആരാധകരുണ്ട് ഇവനല്ലേ? എങ്ങനെ ഇവന് ഈ എത്ര ആരാധകർ ഒപ്പിച്ചെടുത്ത്? അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നാടൻ ചന്തമാണ്. അതേപോലെ തന്നെ കോന്നി കാടുകളുടെ ഒരു പുത്രനാണ്. അവൻ്റെ ചെവി അതേപോലെ ഓരോ ഭാഗങ്ങളും വളരെ വിശേഷപ്പെട്ട ഓരോ കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ അവനെ എല്ലാവരും പെട്ടെന്ന് തിരിച്ചറിയുന്നത് അവൻ്റെ ചെവി വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് നോക്കുമ്പോഴത്തേക്ക്, ഒരു കൂട്ടം ആനകളുടെ ഇടയിൽ നോക്കുമ്പോൾ നമ്മുടെ രാജൂട്ടൻ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. പുതിയ ആൾക്കാർക്ക് അവൻ്റെ ചെവി കാണുമ്പോഴത്തേക്ക് ഇന്ന ആനയാണ് എന്നുള്ളത് അറിയാം. ഇപ്പം തന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഫാൻസാണ് കേട്ടോ. കേരളം മാത്രമല്ല രാജൂട്ടനുള്ളത്. ഇപ്പം പഞ്ചാബിൽ നിന്നും ഒക്കെ ഒരുപാട് ആൾക്കാർ ആരാധകരായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം സന്തോഷം. സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര താരമാണ്. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫാൻ പേജസും ഒരുപാട് ഗ്രൂപ്പുകളും ഒക്കെ ഉള്ള ഒരു ആനയാണ്. ഇതൊക്കെ പറയുന്നവ കേൾക്കുന്നുണ്ട് കേട്ടോ. അവന് മനസ്സിലാവുന്നുണ്ട്. കാരണം അവന് എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാരെ എല്ലാം, സ്ഥിരമായി വരുന്ന ആൾക്കാരെ എല്ലാം അവനറിയാം. സ്ഥിരമായി കാണുന്ന എല്ലാ മുഖങ്ങളും അവന് എല്ലാം ഫെമിലിയർ ആണ് അവനെല്ലാം. ഇങ്ങനെ ഒരു അവസരം അവന് ലഭിച്ചതിൽ നിങ്ങൾക്കൊക്കെ അതിയായ സന്തോഷമുണ്ടല്ലേ? ഉറപ്പായിട്ടും ഇങ്ങനൊരു അവസരം തേടി വരിക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾക്കതിൽ വളരെ അഭിമാനമാണ്. കൊല്ലത്തിൻ്റെ തന്നെ, കടവൂരെന്ന് മാത്രം പറയുന്നില്ല, കൊല്ലത്തിൻ്റെ തന്നെ അഥവാ ദേശിംഗനാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാശിനാഥ പുത്രനാണ് ഞങ്ങളുടെ തൃക്കടവൂർ ശിവരാജു അല്ലെങ്കിൽ രാജൂട്ടൻ. തീർച്ചയായും ഇവർക്കൊക്കെ രാജുവേട്ടനാണ്. ഇപ്പോൾ രാജുവേട്ടൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഇവരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. ആ സന്തോഷം എനിക്കുമുണ്ട്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.